ಎಚ್ಲಂಗೋಡು ಇಸ್ಲಾಮಿಯಾ ಎಎಲ್ಪಿ ಶಾಲೆ ವತಿಯಿಂದ ಫೆಬ್ರವರಿ 21ರಂದು 78ನೇ ವಾರ್ಷಿಕೋತ್ಸವವನ್ನು ವಿವಿಧ ಕಾರ್ಯಕ್ರಮಗಳೊಂದಿಗೆ ಹಮ್ಮಿಕೊಳ್ಳಲಾಗಿದೆ ಎಂದು ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ತಿಳಿಸಲಾಗಿದೆ. അതിവിപുലമായി നടത്താൻ വേണ്ടിയാണ് നാളെ ഫെബ്രുവരി 21-ാം തീയതി ബുധനാഴ്ച ബീറോളിക്ക ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകയാണ്. ഇത് നിങ്ങളുടെ പത്രഫോമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. 1946 ഹമദ് ഷെറൂൾ ആണ് ഇച്ചിരങ്കോട് മാലിക്കുതറ പള്ളിയോട് ചേർന്ന് ഈ വിദ്യാലയം സ്ഥാപിച്ചത്. ആ കാലത്ത് ഇച്ചിരങ്കോട്, പമ്പറാണ, മീപ്പിരി തുടങ്ങിയ സമീപ ഗ്രാമങ്ങളിൽ ഉള്ളവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള ഏക ആശ്രയമായിരുന്നു ഇച്ചിരങ്കോട് സ്കൂൾ. ഭാവി പ്രവർത്തനം എന്ന നിലയിൽ അടുത്ത വർഷം മുതൽ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇച്ചിരങ്കോട് സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി കൊറോണ കാരണം നമുക്ക് നടത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വാർഷികാഘോഷം വിപുലമായി ഇച്ചിരങ്കോട് നാടിൻ്റെ ഉത്സവമായി ഏറ്റെടുത്ത് നടത്തുകയാണ്. നാളെ 10 മണിക്ക് സ്കൂൾ മാനേജർ അൻസാർ ഷെറൂളിൻ്റെ ജമാഅത്തിൻ്റെ പ്രസിഡന്റും ജമാഅത്തിൻ്റെ മുത്തവല്ലിയുമായ ഷെറൂൾ രാവിലെ കൃത്യം 10 മണിക്ക് പതാക ഉയർത്തും. മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. വിദ്യാഭ്യാസ ഓഫീസർമാർ മറ്റെല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. മുൻകാല അധ്യാപകരെ ആദരിക്കൽ കൂടി ആ ചടങ്ങിൽ സാക്ഷിയാവുകയാണ്. ചുമതല കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആരംഭിക്കും. രാത്രി കൃത്യം 7 മണിക്ക് തൻസീറിൻ്റെ കൂത്തുപറമ്പിൽ നയിക്കുന്ന ഗാനം പാടി ആ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. ಬೆಳಗ್ಗೆ 10 ಗಂಟೆಗೆ ಬಿರೋಲಿಕಾ ಮೈದಾನದಲ್ಲಿ ಶಾಲಾ ವ್ಯವಸ್ಥಾಪಕ ಅನ್ಸರ್ ಶೇರುಲ್ ಧ್ವಜಾರೋಹಣ ನೆರವೇರಿಸುವರು. ಮಂಗಲ್ಪಾಡಿ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷೆ ರುಬೀನಾ ನೌಫಲ್ ಉದ್ಘಾಟಿಸಲಿದ್ದಾರೆ. ಕಾರ್ಯಕ್ರಮ ಸಮಿತಿ ಅಧ್ಯಕ್ಷ ಹಸನ್ ಇಚ್ಲಂಗೋಡು ಅಧ್ಯಕ್ಷತೆ ವಹಿಸುವರು. ಜನಪ್ರತಿನಿಧಿಗಳು, ಅಧಿಕಾರಿಗಳು ಹಾಗೂ ರಾಜಕೀಯ ಸಾಮಾಜಿಕ ಕ್ಷೇತ್ರದ ಪ್ರಮುಖರು ಭಾಗಿಯಾಗಲಿದ್ದಾರೆ. ಸಮಾರಂಭದಲ್ಲಿ ಹಿಂದಿನ ಶಿಕ್ಷಕರನ್ನ ಸನ್ಮಾನಿಸಲಾಗುವುದು. ಕೋವಿಡ್ನಿಂದಾಗಿ ಮುಂದೂಡಲ್ಪಟ್ಟ ವಾರ್ಷಿಕೋತ್ಸವವನ್ನು ಹಬ್ಬವನ್ನಾಗಿ ಮಾಡಲು ಸ್ಥಳೀಯರು ಸಿದ್ಧತೆ ನಡೆಸಿದ್ದಾರೆ. ಈ ಪ್ರದೇಶದಲ್ಲಿ 3 ಕ್ಲಬ್ಗಳ ನೇತೃತ್ವದಲ್ಲಿ ಚಟುವಟಿಕೆಗಳನ್ನು ಸಂಘಟಿಸಲಾಗಿದೆ. ಮಧ್ಯಾಹ್ನದಿಂದ ಮಕ್ಕಳ ವಿವಿಧ ಕಾರ್ಯಕ್ರಮಗಳು ಆರಂಭವಾಗಲಿವೆ. ಸಂಜೆ 7ಕ್ಕೆ ತನ್ಸೀರ್ ಕೂತುಪರಂ ನೇತೃತ್ವದಲ್ಲಿ ಗೀತೋತ್ಸವ ನಡೆಯಲಿದೆ. ಈ ಶಾಲೆಯನ್ನು ಅಹಮದ್ ಶೇರುಲ್ ಅವರು 1946ರಲ್ಲಿ ಎಚ್ಲಂಗೋಡು ಚರ್ಚ್ ಪಕ್ಕದಲ್ಲಿ ಸ್ಥಾಪಿಸಿದ್ರು. ಎಚ್ಲಂಗೋಡು, ಬಂಬ್ರಾಣ ಮತ್ತು ಮೀಪಿರಿ ಸ್ಥಳೀಯ ಜನರ ಏಕೈಕ ಆಶ್ರಯವಾಗಿತ್ತು. ಸುದ್ದಿಗೋಷ್ಠಿಯಲ್ಲಿ ಹಸನ್ ಇಚ್ಲಂಗೋಡು, ಶಿಕ್ಷಕ ಗಿಚೇಶ್, ಹನೀಫ್ ಬಿಎ, ಮಜೀದ್ ಮೊಗರು, ಶಾಫಿ ಪುಯ್ಯ, ಅಜೀಜ್ ಬಳ್ಳಿಕ, ನಸೀಂ ಮೊಗಾರು, ಮಹಮ್ಮದ್ ಬಿರೋಳಿಕ ಉಪಸ್ಥಿತರಿದ್ದರು.